ഹലോ എവരിവൺ. വളരെ അത്യാവശ്യമായി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടതുണ്ട്. കാരണം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പല തെറ്റിദ്ധാരണകളുമുണ്ട്. ആ തെറ്റിദ്ധാരണകൾ മാറ്റണം. ഓക്കെ, ഇല്ലെങ്കിൽ അത് അവസാനം വലിയ അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. ഇന്ന് രാവിലെ ഒരു സ്റ്റുഡൻറ്റ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് റീൽ അയച്ചു തന്നു. ഓക്കെ, ആ റീലിൽ ഒരു ബ്ലേഡ് ആയിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു റീലാണ്. ഒരു പെൺകുട്ടി പറയുന്നൊരു കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയർ ബാഗ് സിസ്റ്റത്തിനെ കുറിച്ച്, നമ്മുടെ KTUവിൻ്റെ ഇയർ ബാഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. 2 മാസം ടൈം കിട്ടി, പ്രഷർ, അസൈൻമെൻറ്റ്. ഓക്കെ, സോ യെസ്, ഓക്കെ, നിങ്ങളുടെ വികാരം, യെസ് യു ആർ റൈറ്റ്. ഓക്കെ, ഫൈൻ, ശരിയാണ്. നമുക്ക് ഇയർ ബാഗ് ആകേണ്ടി വരുന്നു. നമുക്ക് 6 മാസം വീട്ടിലിരിക്കണം, അടുത്ത് ജൂനിയേഴ്സുമായിട്ട് വീണ്ടും പഠിക്കണം. ഓക്കെ, സോ പല പ്രശ്നങ്ങളുണ്ട്. അതായത് വീട്ടുകാരെന്ത് പറയും, ബന്ധുക്കൾ എന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, ഫ്രണ്ട്സ് എന്ത് പറയും, പിന്നെ ജൂനിയേഴ്സിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കണമല്ലോ എന്നുള്ളൊരു ഈഗോ. പല കമൻസിലും മെസ്സേജിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ജൂനിയേഴ്സിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കേണ്ട ഒരു കരയുന്ന ഇമോജിയൊക്കെ. ഓക്കെ, പലപ്പോഴും രസകരമായി റിപ്ലൈ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഓക്കെ, സി, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പണ്ട് ഇയർ ഔട്ടിൻ്റെ വക്കിലെത്തിയ ഒരാളാണ് ഞാൻ. എപ്പോഴും 2013. ഓക്കെ, അന്ന് എനിക്കും ഇതേ സംഭവങ്ങൾ തന്നെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഓക്കെ, പക്ഷെ എന്താണെന്നറിയില്ല, ഇയർ ഔട്ട് അന്ന് പ്രാബല്യത്തിൽ കൊണ്ടുവന്നില്ല, രക്ഷപ്പെട്ടു. ഓക്കെ, സോ ഇപ്പോഴും ഇയർ ഔട്ട് എന്ന് പറയുന്നത് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം അല്ല, പക്ഷെ നിങ്ങൾക്ക് അടുത്ത സെമസ്റ്ററിൽ ക്ലാസ്സിലിരിക്കാം. നിങ്ങൾ 5th-ലും 7th സെമസ്റ്ററിൽ നിങ്ങൾ ക്ലാസ്സിലിരിക്കാം. ഓക്കെ, സോ എപ്പോഴും കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക. ഓക്കെ, അതിൽ ആ കുട്ടി പറയുന്നത് ഞങ്ങൾ സൂയിസൈഡ് ചെയ്യും, ഓക്കെ, ഇയർ ഔട്ട് വന്നാൽ. ദാറ്റ്സ് വെരി റോങ് ആക്ച്വലി. ഡോണ്ട് സേ ദാറ്റ്. ഓക്കെ, ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗിഫ്റ്റ്. ഓക്കെ, ആൻഡ് നമ്മൾ ചാലഞ്ചസ്, പ്രോബ്ലംസ് ഒക്കെ എപ്പോൾ ലൈഫിൽ നമ്മളതിനെ ഓവർകം ചെയ്യുന്നുണ്ടോ അപ്പോൾ മാത്രമേ നമ്മൾ വിജയിക്കുള്ളൂ. ഓക്കെ, ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും സ്മൂത്ത് അല്ല. ഫെയിലുവേഴ്സ് വിൽ കം, ഡിസപ്പോയിൻമെൻറ്റ്സ് വിൽ കം. ഓക്കെ, പക്ഷെ നമ്മുടെ ഫ്രണ്ടിൽ നമുക്കൊരു ഡ്രീം, നമുക്കൊരു ഗോൾ, നമുക്ക് മുൻപിൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളപ്പോൾ അതിനെ മുൻപോട്ട് കാണുക. ഓക്കെ, അഥവാ ഇപ്പോൾ ഇയർ ബാക്ക് ആയി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം മിസ്റ്റേക്സ് അല്ലേ. ഒന്ന് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുക, നമ്മൾ ആരെയും പഴിക്കാതെ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുക. MBBS-ലും ഇയർ ഔട്ട് സിസ്റ്റം ഉണ്ട്. ഓക്കെ, നടപ്പിലാക്കി കൊണ്ടുവരുന്നൊരു സിസ്റ്റമാണ്. അതേപോലെ BTech-ലും പഠന നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ടാണ് KTU അങ്ങനെ ചെയ്യുന്നത്. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതാണ്. കാരണം എൻജിനീയറിങ് എല്ലാ സബ്ജക്ട്സും പഠിക്കുക, പാസ്സാവുക, ആ ഒരു ഉദ്ദേശത്തോട് മാത്രം എൻജിനീയറിങ് വന്നു കഴിയുമ്പോൾ പ്രശ്നമില്ല. ഓക്കെ, പിന്നെ ഈ ബാക്ക് പേപ്പർ വന്നാൽ എന്ത് ചെയ്യും? ബാക്ക് പേപ്പർ വരാതിരിക്കാൻ ശ്രമിക്കാം. നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാടാ ഈ ക്രെഡിറ്റ്സ് ഒക്കെ നേടിയെടുക്കാൻ, സീരിയസ്ലി. ഓക്കെ, എൻജിനീയറിംഗ് എന്ന് പറയാൻ അത്ര എന്താ പറയുക, ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, വളരെ സിമ്പിളായിട്ടുള്ള സംഭവം തന്നെയാണ് എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പഠിച്ചാൽ, അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ, നിങ്ങൾക്ക് അതിൻ്റെ നോളജും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ, യെസ്, യു ക്യാൻ ലേൺ എൻജിനീയറിംഗ് വെരി വെൽ. ഓക്കെ, കാരണം ഇത് എൻജിനീയറിംഗ് പഠിച്ച ആളെന്ന രീതിയിലും പഠിപ്പിച്ച ആളെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, സോ അത് ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഏതൊരു കാര്യം ചെയ്താലും കഷ്ടപ്പെട്ട് ചെയ്യരുത്, ഇഷ്ടപ്പെട്ട് ചെയ്യുക. ഓക്കെ, അതായത് ഒരു പുല്ല് പറിക്കാൻ പറഞ്ഞാൽ പോലും, അല്ലെങ്കിൽ ഒരു പുല്ല് പറിക്കുന്ന ജോലിയാണെങ്കിൽ പോലും അത് മനോഹരമായി ചെയ്യുക, വൃത്തിക്ക് ചെയ്യുക, വെടിപ്പായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ്. അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ ഉള്ളൊരു വഴിയെന്ന് പറയുന്നത്, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ളൊരു വഴിയെന്ന് പറയുന്നത് ഈ എൻജിനീയറിംഗ് ടൈമാണ്. ഈ സമയം എന്ന് പറയുന്നത് നന്നായി പഠിക്കുക. ഫെയിലുവേഴ്സ് വരുവാടാ, അതിനെ ഓവർകം ചെയ്യണം. എത്ര വലിയ വലിയ മഹാന്മാരാക്കിയത് പല ഫെയിലുവേഴ്സിലും കൂടെ അവർ കടന്നുപോയതുകൊണ്ടാണ്. ഓക്കെ, സോ ഫെയിലുവേഴ്സ്, മിസ്റ്റേക്സ് എന്ന് പറയുന്നതൊന്നും ലൈഫിൻ്റെ എൻഡ് അല്ല. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കണം. സോ ഇയർ ഔട്ട് ആയാലും നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ആ ടൈമിനെ പ്രൊഡക്റ്റീവ് ആക്കുക. ഓക്കെ, പ്രൊഡക്റ്റീവ് ആക്കുക, അത് നിങ്ങളെ ബെസ്റ്റ് ആക്കും. ആ ഒരു ടൈം നിങ്ങൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിനെ ബേസ്ഡ് ആക്കിയിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ധൈര്യമായിട്ട് മുമ്പോട്ട് പോടാ. ഓക്കെ, വിഷമിക്കുകയോ അതിൽ ഒരു നെഗറ്റീവോ സൂയിസൈഡ് ചെയ്യും അതൊന്നും പറയരുത്. ഓക്കെ, ദയവ് ചെയ്തത് പറയരുത്. അങ്ങനെയൊക്കെ പറയുന്നത് പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു തരുന്ന പോലെ എനിക്കറിയില്ല. ചിലപ്പോൾ നിങ്ങളവിടെ ആരും പറഞ്ഞു തരില്ലായിരിക്കും. ഞാൻ നിങ്ങളുടെ ഒരു ചേട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. ഓക്കെ, നിങ്ങളുടെ പ്രായത്തിൽ കൂടി, നിങ്ങളുടെ ഏജിൽ കൂടി, നിങ്ങളുടെ കോളേജ് ലൈഫൊക്കെ അതൊക്കെ കടന്നു വന്ന ആൾ തന്നെയാണ് ഞാനും. നിങ്ങളെപ്പോലുള്ള കുട്ടികൾ ഒരുപാട് പേര് കണ്ടിട്ടുമുണ്ട്. എത്ര കൊല്ലമായി പഠിപ്പിക്കുന്നു. ഓക്കെ, അതുകൊണ്ട് എല്ലാ മക്കളോടും പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളോടും പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ഈ സൂയിസൈഡ് പരിപാടി ഇയർ ഔട്ട് ആയാലും നന്നായിട്ട് പഠിക്കുക, ആ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് കൂടെ കാണൂടാ, എന്തുണ്ടെങ്കിലും ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് തരുന്ന വാക്കാം. ഓക്കെ, സോ ഹാപ്പി ആയിരിക്കുക. ഇനി മുമ്പോട്ട് പഠിച്ചു തുടങ്ങണം. ജൂലൈ 1 നമ്മുടെ കോളേജൊക്കെ സ്റ്റാർട്ട് ചെയ്യുമല്ലേ.
അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് പൊടി തട്ടി എടുക്കുക. മാത്തമാറ്റിക്സിലെ ഇക്വേഷൻസിലെ കഴിഞ്ഞ സെമസ്റ്റർ പഠിച്ച കാര്യങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്തിട്ട് കോളേജിൽ പോകണം. ഓക്കെ, സോ ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, ഒരിക്കലും നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യാതിരിക്കുക. ഓക്കെ, ഫെയിലുവേഴ്സ് വന്നോട്ടെ, ടൈം കുറച്ച് നിങ്ങൾ ഇയർ ബാക്ക് ആയാലും വീട്ടിലിരുന്നാലും ഇയർ ബാക്ക് ആയില്ലെങ്കിലും പഠിക്കുക, നന്നായി പഠിക്കുക. കോളേജിൽ അടുത്ത പുതിയ സെമസ്റ്ററാണ്, അന്നെന്നുള്ള കാര്യം അന്നന്ന് പഠിക്കുക. ഓക്കെ, പിന്നെ അടുത്തേക്ക് വെക്കരുത്. ഈ പരീക്ഷയുടെ അവസാനം കൊണ്ടുവച്ചിട്ട് ഒരു ഓട്ടം ഉണ്ട്, ഓക്കെ, ഒരു വെപ്രാളമുണ്ട്. അതൊക്കെ എന്തിനാ? സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ സെമസ്റ്റർ. ഓക്കെ, പഠിക്കുക മക്കളെ. പഠിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അത് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു.